Hi friends, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ആൽഫ്രെഡോ പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ്. പാസ്തകളുടെ നാടായ ഇറ്റലിയിലാണ് ഈ റെസിപ്പിയുടെ ഒറിജിൻ. ബട്ടറും പാർമേഷൻ ചീസും ഒക്കെ ചേർത്ത് ആൽഫ്രെഡോ ഡെവലപ്പ് ചെയ്ത ഒരു സോസാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് ആദ്യം വേണ്ടുന്നത് ചിക്കനെ മാഗ്നേറ്റ് ചെയ്യുകയാണ്. ഉപ്പും കുരുമുളകും നാരങ്ങ നീരും ചേർത്താണ് ഇതിനെ മാഗ്നേറ്റ് ചെയ്യുന്നത്. ഒരു അരമണിക്കൂർ നമ്മളിത് മാഗ്നേറ്റ് ചെയ്ത ചിക്കനെ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലിൽ തവയിൽ ഗ്രില്ല് ചെയ്യാൻ വെക്കാം. അടുത്തത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പാസ്തയുടെ സോസാണ്. അതിന് 1 ടേബിൾ സ്പൂൺ ബട്ടറിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യാം. ഇത് ആ ബട്ടറിൽ കിടന്ന് മൂക്കുമ്പോൾ നല്ലൊരു മണം വരും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 5 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിൻ്റെ അകത്തിട്ട് വഴറ്റാം. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ ഗ്രില്ല് ചെയ്യാൻ വെച്ച് ചിക്കനെ ഒന്ന് തിരിച്ചിടാം. ഇത് കാണുമ്പോൾ തോന്നും അയ്യോ ഇത്ര എണ്ണയിലാണോ ഈ ചിക്കനെ ഗ്രില്ല് ചെയ്തതെന്ന്. എണ്ണയല്ല, ചിക്കൻ വേകുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുമല്ലോ, ആ വെള്ളവും കൂടെയാണ് ആ കാണുന്നത്. ഉള്ളി നല്ലപോലെ വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഞാനിപ്പോൾ 1 കപ്പ് പാലാണ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തേക്കുന്നത് സോസിന് വേണ്ടിയിട്ട്. നല്ല തിക്ക് സോസാണ് എനിക്ക് വേണ്ടത്, അതുകൊണ്ടാണ് 1 കപ്പ് ആഡ് ചെയ്തിട്ടുള്ളൂ. 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ നമുക്കിതിൽ ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ഈ സോസ് നല്ലപോലെ കുറുക്കിയെടുക്കാം. ഇതിന് എരിക്ക് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഈ പാസ്ത നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ പാസ്ത വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ വേവിച്ച് വെള്ളമൊക്കെ മാറ്റി ഡ്രെയിൻ ചെയ്തെടുത്ത പാസ്തയാണിത്. അപ്പോൾ അത് നമുക്ക് ഈ സോസിലോട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പാസ്തയിലോട്ട് ഈ സോസ് ഫുള്ള് കോട്ടായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് നല്ല ചോപ്പ് ചെയ്ത സ്പ്രിംഗ് ഓണിയൻസ് ആഡ് ചെയ്യാം. പിന്നെ ഫ്ലേവറിന് വേണ്ടി ഇറ്റാലിയൻ സീസണിങ് ആഡ് ചെയ്യാം. ഇറ്റാലിയൻ സീസണിങ് ഇല്ലെങ്കിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോ ആയാലും മതി. ഫൈനൽ ഗാർണിഷിങ്ങിനായിട്ട് പെപ്പർ പൗഡറും ചീസും കൂടെ ആഡ് ചെയ്യാം. പാർമേഷൻ ചീസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുന്നതാണ് ഇതിന് നല്ല ഫ്ലേവർ കിട്ടുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പം ഒരു സ്ലൈസ് ചീസ് മാത്രമേ ഉള്ളായിരുന്നു, അപ്പോൾ ഞാൻ ഇത് ആഡ് ചെയ്തു. ഏത് ചീസാണോ നിങ്ങൾക്ക് അവൈലബിൾ അത് നമുക്ക് ആഡ് ചെയ്യാം. അപ്പം നമ്മുടെ പാസ്ത പ്രിപ്പയർ ആയിട്ടുണ്ട്. നമ്മുടെ ഇനി ഗ്രിൽ ചിക്കൻ നമുക്ക് എടുക്കാം. നല്ലപോലെ കുക്കായിട്ടുണ്ട്, നല്ല സോഫ്റ്റ് മോയ്സ്റ്റ് ആയിട്ടുള്ള ഗ്രിൽ ചിക്കനാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് പാസ്തയുടെ മുകളിൽ ഇങ്ങനെ ഡയറക്റ്റ് സെർവ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ആ ചിക്കൻ പീസ് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് അതൊന്ന് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ചിലവർ ഇത് നല്ലപോലെ ചോപ്പ് ചെയ്ത് ഫുൾ ചിക്കനിൻ്റെ പാസ്തയിലോട്ട് മിക്സ് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് കാണാനൊരു ഭംഗിയൊക്കെ നമ്മൾ ജസ്റ്റ് ചെറിയ സ്ലൈസസ് ആയിട്ട് ചോപ്പ് ചെയ്തതിൻ്റെ മുകളിൽ വെക്കുന്നതാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യണേ. ഇനി അടുത്തൊരു വെറൈറ്റി റെസിപ്പിയായി വരുന്നത് വരെ ബൈ.